ആലപ്പുഴയിൽ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ തടഞ്ഞ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റി നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. മുന്നറിയിപ്പില്ലാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഈ മാസം 30 മുതൽ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിടാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. പരിശോധനയ്ക്കിടെ ഭക്ഷണം കഴിക്കാനെത്തിയവരെ ഉദ്യോഗസ്ഥർ ഇറക്കിവിട്ടതായും ഹോട്ടൽ ഉടമകൾ പരാതിപ്പെട്ടു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, താറാവിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഹോട്ടൽ ഉടമകളുടെ പ്രതിഷേധം എങ്ങനെയാണ്? എന്തൊക്കെയാണ് FSSAIയുടെ നടപടിക്കെതിരെ KHRA പറയുന്നത്? സുജിയെ, കഴിഞ്ഞ 22-നാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെ പക്ഷിപ്പനിയുള്ള 8 പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇവിടെയെല്ലാം നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പെട്ടെന്ന് ഫുഡ് സേഫ്റ്റി വിഭാഗം ഇത്തരത്തിൽ ഹോട്ടലുകളിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെ ഇറക്കി വിട്ടു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. താറാവുകളിലാണ് ഇതുവരെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനിടെ കോഴി വിഭവങ്ങൾ നിരോധിച്ചുകൊണ്ട് ഫുഡ് സേഫ്റ്റി വിഭാഗം മുന്നറിയിപ്പൊന്നുമല്ലാതെ നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നത്. അതേ തുടർന്നാണ് 30 മുതൽ ഹോട്ടലുകൾ അടച്ചിടാനുള്ള തീരുമാനം ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കുന്നവരെയൊക്കെ ഇറക്കിവിട്ട നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ തടഞ്ഞതിനെതിരെയാണ് പ്രതിഷേധം അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ന്യൂ ഇയർ ആണ് വരുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നവർക്ക് ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും ചിക്കൻ ചാപ്സും ഒന്നും കഴിക്കണ്ടേ? എന്താവും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. 2 ദിവസം കൂടി ഉണ്ടല്ലോ.